കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട LSS എഴുതുന്ന 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? സുഖമാണോ? എല്ലാവർക്കും സുഖല്ലേ? പഠിക്കുന്നില്ലേ? LSS is our dream. LSS is our dream. LSS is our dream. അതായിരിക്കണം നമ്മുടെ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LSS is our dream. അല്ലേ? LSS is our dream. അതായിരിക്കണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും. അതായിരിക്കണം നമ്മുടെ പരീക്ഷ കഴിയുന്നത് വരെ നമ്മൾ വാങ്ങിയിരിക്കും. നമ്മൾ വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് LSS കിട്ടിയിരിക്കും. സെറ്റാണോ? ഇന്ന് നമ്മൾ മലയാളത്തിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പോവാണ്. അതിന്റെ മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ചെയ്യാത്തവരുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പവർ ആ ലൈക്കിൽ കാണിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത്. അതേപോലെ തന്നെ ചെറിയ വിഷമം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഒരു സബ്സ്ക്രൈബും അല്ലേ, അതും ചെയ്ത്. നിങ്ങളുടെ ചാനലല്ലേ സെറ്റാണ്. നമ്മൾ പോവാണ് മലയാളത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക? ഗ്രൂപ്പിലേക്ക് വരുന്ന PDF-കളൊക്കെ നോക്കണം കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരൊക്കെ ഇനി ജോയിൻ ചെയ്യാനുള്ളവര് താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാം. ഫുള്ളായി പോയിട്ടുണ്ട്. ഞാൻ അടുത്ത 2 ഗ്രൂപ്പ് ഓൾറെഡി ഫുള്ളാണ്, കമ്മ്യൂണിറ്റി ഫുള്ളാണ്. അടുത്തതിന് വേണമെങ്കിൽ ലിങ്ക് ഞാൻ അവിടെ അയച്ചോളാം കേട്ടോ. അതിൽ അഡ്മിൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, സെറ്റാണോ? റെഡിയല്ലേ? ക്ഷീണം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? LSS is my dream എന്ന് എഴുതി വെച്ചിട്ട് കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുന്നില്ലേ? സെറ്റല്ലേ? നമ്മൾ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. അതിലൊരു സംശയം വേണ്ട. നമുക്ക് LSS കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് വൈകുന്നേരം ഒരു ക്ലാസ്സും അതേപോലെ തന്നെ രാത്രി 7:45 എപ്പോഴും ഒരു മോഡൽ എക്സാമിന്റെ വീഡിയോ ആണ് വരുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? ഈ 2 വീഡിയോ ഡെയിലി കാണുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. നേരെ പോവാണ്. സെറ്റ് ആണെങ്കിൽ നമ്മുടെ ലൈവ് കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇടൂ. വൈകുന്നേരത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ലൈവ് കമന്റ് ബോക്സ് യൂട്യൂബ് ഡിസേബിൾ ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റൂല അല്ലെ? ഓക്കെ, ഉണ്ടോ? ലൈവ് കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫയർ ഇടൂ, കത്തിക്കൂ, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. കവികളെ പറ്റി പറയാൻ പോവാണ്. റെഡിയാണോ? സെറ്റാണോ? കവിത ചാട്ടവാറാക്കിയ കവിയുണ്ട്. ചാട്ടവാറാക്കിയ കവി എന്ന് പറയുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ആരാണ് കവിത ചാട്ടവാറാക്കിയ ഒരു കവി? ആരാണ് അദ്ദേഹം? നമുക്കറിയാം അതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ്. മറന്നു പോവോ? ഇല്ലല്ലോ. മറന്നു പോവോ? ഇല്ല. അടുത്തതിലേക്ക് പോവാണ്. തൂലിക പടവാളാക്കിയ കവി എന്ന് പറയുന്നത് ആരാന്നറിയോ? നിങ്ങൾക്ക് അറിയെങ്കിൽ ലൈവ് കമന്റ് ഉണ്ടെങ്കിൽ അതിലെ ഒരു ഉത്തരം അയക്കൂ. തൂലിക പടവാളാക്കിയ കവി എന്ന് പറയുന്നത് ആരാണ്? അറിയോ? ഇങ്ങനെ കൈമലർത്തുന്നു. ആരാന്നറിയോ? വയലാറാണ്. ആരാണ്? വയലാർ കേട്ടോ. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു കവിത ചാട്ടവാറാക്കിയ കവി എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു തൂലിക പടവാളാക്കിയ കവി നമ്മളും പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് ജനകീയ കവിയാണ്. ജനകീയ കവി എന്നും കുഞ്ചൻ നമ്പ്യാരെ പറയും കേട്ടോ. അപ്പോ കവിത ചാട്ടവാറാക്കിയ കവിയും ജനകീയ കവിയുമാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ കേട്ടോ. കവിത ചാട്ടവാറാക്കിയ കവിയും ജനകീയ കവിയുമാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തൂലിക എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? പെണ്ണിലെ തൂലിക പടവാളാക്കിയ കവി എന്ന് പറയുന്നത് വയലാറാണ്. അതേപോലെ തന്നെ ശക്തിയുടെ കവി എന്ന് പറയുന്നത് ഇടശ്ശേരിയാണ്. ആരാണ്? ശക്തിയുടെ കവി എന്ന് പറയുന്നത് ഇടശ്ശേരിയാണ്. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരിയാണ്. അതേപോലെ തന്നെ നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് ആരാന്നറിയോ? MTക്ക് പറയുന്ന പേരാണ് നിളയുടെ കഥാകാരൻ. MT ആണ് കേട്ടോ. നിളയുടെ
നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് ആരാണ്? MT ആണ്. ഇനി അടുത്തതിലേക്ക് പോവാണ് നമ്മള്. സൂര്യകാന്തിയുടെ കവി. സൂര്യകാന്തി സൂര്യകാന്തി സൂര്യകാന്തി, അങ്ങനെ പാട്ടുണ്ടോ? ഇല്ല, ഞാൻ വെറുതെ പാടിയതാ. സൂര്യകാന്തി. സൂര്യകാന്തിയുടെ കവി എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ് കേട്ടോ. സൂര്യകാന്തിയുടെ കവി എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കവിത ചാട്ടമാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാരാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണെന്ന് പഠിച്ചു. തൂലിക പടവാളാക്കിയ കവി വയലാറാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ശക്തിയുടെ കവി ഇടശ്ശേരിയാണെന്ന് പഠിച്ചു. ജനകീയ കവി പഠിച്ചു അല്ലെ. ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി ആരാണ്? ചെറുശ്ശേരിയാണ്. സൂര്യകാന്തിയുടെ കവി എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ്. ആരാണ്? സൂര്യകാന്തിയുടെ കവി എന്ന് പറയുന്നത് G. ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് MT ആണ്. നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് MT ആണ്. ഇനി നമുക്ക് കുമാരനാശാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലോ? സെറ്റാണോ? നിങ്ങൾ കേട്ടിരിക്കോ? ഇങ്ങനെ കുമാരനാശാൻ. ഓക്കെ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് ആര്? നമ്മുടെ കുമാരനാശാൻ. ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ പേരിൽ അറിയപ്പെടുന്നു. ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ പേരിലൊക്കെ നമ്മുടെ കുമാരനാശാൻ അറിയപ്പെടുന്നു. മഹാകാവ്യമെഴുതാതെ, അതാണ് ഒരു പ്രത്യേകത അല്ലേ. മഹാകാവ്യമെഴുതാതെ മഹാകവി ആയിത്തീർന്നു. അതായത് മഹാകവി കുമാരനാശാനാണ് അല്ലെ. മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ തന്നെ മഹാകവി ആയിത്തീർന്നു. യഥാർത്ഥ പേര് കുമാരു അല്ലെ. അതേപോലെ തന്നെ സംസ്കൃത പാഠശാലയിൽ സംസ്കൃതം പഠിപ്പിച്ച് കുമാരനാശാൻ എന്ന പേര് വന്നു. എങ്ങനെയാ വന്നത്? സംസ്കൃത പാഠശാലയിൽ സംസ്കൃതം പഠിപ്പിച്ച് കുമാരനാശാൻ, അങ്ങനെ ആശാനായി, എല്ലാവരുടെയും ആശാനായി മാറി അല്ലേ. അപ്പോ കുമാരനാശാനെ പറ്റി വീണപൂവ് എന്ന കാവ്യം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. വീണപൂവ് നമുക്കറിയാം അല്ലെ കുമാരനാശാന്റെ. അതേപോലെ തന്നെ നളിനി, ലീല, ബാലരാമായണം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നിവ പ്രധാന കൃതികളാണ്. ആരുടെ? കുമാരനാശാന്റെ പ്രധാന കൃതികളാണ് ഇവിടെ പറഞ്ഞതൊക്കെ. ഇപ്പൊ കുമാരനാശാനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേ. ഇനി അടുത്ത് നമ്മൾ നേരെ പോവാണ് ഉള്ളൂരിനെ പറ്റി പറയാൻ പോവാണ്. ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഓക്കെ, ഉള്ളൂർ S. പരമേശ്വരയ്യർ അല്ലേ. ഓക്കെ, ഉള്ളൂരിനെ പറ്റി പറയാൻ പോവാണ്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് ആര്? ഉള്ളൂര് എന്ന് പറയുന്നത് ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. ഉജ്ജ്വല ശബ്ദാഢ്യനാണ് എന്ന പേരില് അറിയപ്പെടുന്നുണ്ട്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഉള്ളൂര് അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്രം ഇദ്ദേഹം എഴുതിയ കേരള സാഹിത്യ ചരിതമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിതം ഏതാണ്? ഇദ്ദേഹം എഴുതിയ കേരള സാഹിത്യ ചരിതമാണ്. ഉറക്കം വരുന്നുണ്ടോ? കേട്ടിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതിങ്ങനെ പറയാൻ പറ്റുമോ? പഠിക്കണ്ടേ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കും, നമ്മൾ നേടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, പ്രധാന കൃതികളാണ് ഉമാകേരളം, അതേപോലെ തന്നെ കർണഭൂഷണം, ചിത്രശാല. ഇതൊക്കെ ഉള്ളൂരിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. വള്ളത്തോളിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് നമ്മുടെ വള്ളത്തോളും അല്ലെ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ആര്? വള്ളത്തോൾ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് വള്ളത്തോൾ. കേരള വാൽമീകി, കേരള ടാഗോർ, അതേപോലെ തന്നെ എന്നീ വിശേഷണങ്ങളില് ഈ ഒരു നമ്മുടെ വള്ളത്തോള് അറിയപ്പെടുന്നുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് എന്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ ചെറുശ്ശേരിയെ പറ്റി പറയാൻ പോവുകയാണ്. ചെറുശ്ശേരി അല്ലെങ്കിൽ കൂടെ പറഞ്ഞിട്ട് മനസ്സിലാവോ?
ഇതിന്റെ PDF ഞാൻ എന്ത് ചെയ്യാം, PDF ഞാൻ അങ്ങോട്ടേക്ക് ഗ്രൂപ്പിലേക്ക് അയക്കാം കേട്ടോ, ഗ്രൂപ്പിലേക്ക് അയക്കാം. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കല്ലോ, പഠിക്കൂലേ? ഓക്കെ. ഇനി കുറച്ച് അപരനാമങ്ങൾ പഠിച്ചാലോ നമ്മള്. സ്നേഹഗായകൻ എന്ന് പറയുന്നത് കുമാരനാശാനെ പറ്റിയാണ്. ആശയഗംഭീരൻ എന്ന് പറയുന്നതും കുമാരനാശാനെ പറ്റിയാണ്. ശബ്ദസുന്ദരൻ എന്ന് പറയുന്നതും കുമാരനാശാനെ പറ്റിയാണ്. ഓക്കെ. അതേപോലെ തന്നെ അരക്കവി എന്ന് പറയുന്നത് പുനം നമ്പൂതിരിയാണ്. അരക്കവി എന്ന് പറയുന്നത് ആരാണ്? പുനം നമ്പൂതിരിയാണ്. ഋതുക്കളുടെ കവി നമ്മളിപ്പോ പഠിച്ചു, ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്ന് പറയുന്നത് ചെറുശ്ശേരിയാണ്. ജനകീയ കവി എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ കവി, ജനങ്ങളുടെ കവി, ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഫലിത സാമ്രാട്ട് എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരോടോ കവിതയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താലേ ഭയങ്കരം തന്നെയാ അല്ലെ? ചിരിച്ചു പോവും അല്ലെ? ഓക്കെ, റെഡി. അതേപോലെ തന്നെ കവിത ചാട്ടവാറാക്കിയ കവി ആരാ? നമ്മൾ നേരത്തെ പഠിച്ചു, കുഞ്ചൻ നമ്പ്യാരാണ്. അതേപോലെ തന്നെ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് PK നാരായണ പിള്ളയാണ്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് PK നാരായണ പിള്ളയാണ്. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. പ്രകൃതി ഗായകൻ G ശങ്കരക്കുറുപ്പിന് പറയുന്നത് മറ്റൊരു പേരാണ്, അപരനാമാണ് പ്രകൃതി ഗായകൻ എന്നറിയുന്നത്. അതേപോലെ തന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? M മുകുന്ദനാണ്. M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. തകഴി. അതേപോലെ തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ബേപ്പൂർ സുൽത്താൻ എല്ലാവർക്കും അറിയുന്നതാണ്, അത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ചില ബോറടികളൊക്കെ വരാം. അപ്പൊ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് ഏത് പാട്ടറിയാം? ജിൽ 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 പാട്ട് പാടണ്ടേ? മറ്റേ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പാട്ട് പാടാൻ അറിയാം. നിങ്ങൾക്ക് ഇനി അറിയോ പാട്ട് പാടാൻ? ഏത് പാട്ടാ പാടേണ്ടത് നിങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടേണ്ടി? നിങ്ങളൊരു പാട്ട് പറഞ്ഞാൽ നമുക്ക് പാടാം. അല്ലേ വേണ്ടല്ലേ? അല്ലേ വേണ്ട, പാട്ട് പാടേണ്ട, ക്ലാസ് തന്നെ മതി അല്ലേ? പാട്ട് പാടി വെറുതെ സമയം പോക്കുന്നതിനാ, വേസ്റ്റ് ആക്കുന്നതിനാ അല്ലേ? ക്ലാസ് തന്നെ ആയിരിക്കോട്ടെ അല്ലേ? ക്ലാസ് തന്നെ മുന്നോട്ട് ഇങ്ങനെ പോട്ടെ, പാട്ടൊന്നും വേണ്ട. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കാര്യം സെറ്റ് അല്ലേ? നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെയാടാ പറയാൻ പറ്റുമോ? അതാണ്, ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ. നമ്മൾ കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇത് ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെയാ പറയാ? ഇങ്ങനെ പറയാൻ പറ്റൂല. ഇങ്ങനെ പറയാൻ പറ്റൂ അല്ലേ? ഇങ്ങനല്ലേ പറയാൻ പറ്റൂ? ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട്. ഏത് JCB? JCB നമ്മൾ GK പഠിച്ചു. JCB ഏവാ, ഖാലിദ് സാർ ഏവാ, ദ പാരഡൈസ് ഓഫ് ഫുഡിന് പോകാമോ, ഉറുദു. അതെന്റെ സ്വന്തം പാട്ടാ. JCB പുരസ്കാരം 2022 JCB പുരസ്കാരം നേടിയത് ഖാലിദ് ജാവേദാണ്. ദ പാരഡൈസ് ഓഫ് ഫുഡിനാണ്, ഉറുദുവിലാണ്. അതാണ് നമ്മൾ പാടിയത്. JCB ഏവാ, ഖാലിദ് സാർ ഏവാ, ദ പാരഡൈസ് ഓഫ് ഫുഡിന് പോകാമോ, ഉറുദു. അപ്പൊ മലയാളം പഠിച്ചപ്പോ ഒരു GK കിട്ടിയില്ലേ? എനിത് ചോദിച്ചാൽ ഉത്തരം എഴുതാണ്ട് ഒരാൾ നിൽക്കരുത്. പാട്ട് പാടി പഠിച്ചോളാം. സെറ്റല്ലേ? സെറ്റാണോ? ഒരു ലൈക്ക് ഇട്. നിങ്ങൾക്ക് ഉറങ്ങിപ്പോയോ? ഒരു സംശയം ഉണ്ട് എനിക്ക്. ഉറങ്ങിപ്പോയോ? വൈകുന്നേരം ആയിട്ട് ഉറങ്ങിപ്പോയോ? ഞാൻ മാത്രം ഇങ്ങനെ ഇവിടുന്ന് കുടുകുടു അറിയാതെ നിങ്ങൾ ഉറങ്ങിപ്പോയോ? ഇല്ലല്ലോ. LSS വാങ്ങണം നമുക്ക്, LSS വേണം നമുക്ക്, LSS കിട്ടും നമുക്ക്. LSS വേണം. പവറായിട്ടിരിക്കും. ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്ക്. ലൈക്ക് ചെയ്യ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, റെഡി. നമ്മൾ നോക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ചോദ്യം വന്നിരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി തലകുത്തി. ഇവിടെ ഒരാളുടെ തലകുത്തിപ്പോയി. അങ്ങനെ വേണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ്. നമുക്കറിയാം പുന്നമടക്കായലിൽ അങ്ങനെയുള്ള പാട്ടില്ല.
കായലരികത്ത് കഹാനീസുനോ എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. പാട്ട് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ പാടിയോ? എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പാടിയ എന്തോ ആയിപ്പോ. അടുത്തത്, ഒരു ചെടിയും നട്ടു വളർത്തിയിലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിയിലോണച്ചോറ് എങ്ങനെയുണ്ണാൻ. ഈ വരികൾ ആരുടേതാണ്? ഒരു ചെടിയും നട്ടു വളർത്തിയിലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിയിലോണച്ചോറ് എങ്ങനെയുണ്ണാൻ. ഈ വരികൾ ആരുടേതാണ്? ആരുടേതാണ്? NV കൃഷ്ണവാര്യരുടേതാണ് ഈ വരികൾ കേട്ടോ. NV കൃഷ്ണവാര്യർ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതിലേക്ക് പോവാണ്. പച്ചപ്പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. ഈ കടങ്കഥയുടെ ഉത്തരമെന്ത്? പച്ചപ്പലക കൊട്ടാരത്തിൽ, പച്ചപ്പലക കൊട്ടാരത്തിൽ, ഭയങ്കരമായിട്ടുള്ള പച്ചപ്പലക കൊട്ടാരാണ്, അതിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. ഈ കടങ്കഥ അറിയോ? പച്ചപ്പലക കൊട്ടാരം, അതിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. തെങ്ങോ? തെങ്ങ്. ഒരു എന്താ പറയാ, ലേശെങ്കിലും ഒരു കണക്ഷൻ ഉള്ള സാധനം പറയണ്ടേ? തെങ്ങ് പോലും. എന്ത് ചെയ്യുവളെ ഞാൻ? അറിയോ? പപ്പായയാണ്. പപ്പായ, പച്ചപ്പലക കൊട്ടാരം. പപ്പായ മുറിച്ചു നോക്കിയേ, ഒരു കൊട്ടാരം പോലെയല്ലേ അതിന്റെ നാരും അതിന്റെ വാലും അതിന്റെ മറ്റേ ഫുള്ള്. അതെങ്ങനെ പപ്പായ മുറിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിട്ട് ഉള്ളു കാണാൻ വേണ്ടിയിട്ട്. ഒരു കൊട്ടാരം, ഒരു മാണിക പോലെയല്ലേ അതിന്റെ ഉള്ളിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? നല്ല നാരുകളും ഇങ്ങനൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിൽ കുറെ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. എത്ര കൊട്ടത്തേങ്ങ അതിന്റെ അത്? 10, 100, 1000 ഉണ്ടാവും. ഇതിന് കടങ്കഥ ചോദ്യമില്ല. ചെലയിൽ ഉണ്ടാവില്ല. അങ്ങനെ ആക്കിയതാ കടങ്കഥ. ഓക്കേ, ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ചെറുശ്ശേരി, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇതിൽ ആരാണ് ആധുനിക കവിത്രയത്തിൽ പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ണും കൂട്ടിയിട്ട് നമുക്ക് ഉത്തരം അങ്ങോട്ട് എഴുതാൻ വേണ്ടി പറ്റും. ആരാണ്? കണ്ണും കൂട്ടി എഴുതിയാൽ സ്ഥലം മാറിപ്പോകും പോലെ എഴുതുന്നത്. ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി. അടുത്തതിലേക്ക് പോവാണ്. ONVയുടെ മുഴുവൻ പേര്. ONVയുടെ മുഴുവൻ പേര്: ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് ONVയുടെ മുഴുവൻ പേര്. അടുത്തത്, മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം ഏത് കാവ്യത്തിനാണ്? മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം ഏത് കാവ്യത്തിനാണ്? ആ കാവ്യത്തിന്റെ പേരാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ. അടുത്ത ചോദ്യം പോവാണ്. കണ്ണന്റെ മുഖം എന്ന അർത്ഥം വരുന്ന പദം ഏത്? കണ്ണന്റെ മുഖം എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിക്കുന്നത്. കണ്ണന്താനം കണ്ണന്താനം നേരം, കണ്ണന്താനൻ, കണ്ണന്താനാനം, കണ്ണാന്താനം, കണ്ണന്താനാനം. ജമ്മോ, ഒന്ന് നോക്കണേ. കണ്ണന്താനം നേരം, ഒറ്റ വാക്കേ. കണ്ണന്താനാനം, കണ്ണാന്താനാനം, കണ്ണന്താനാനം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. അതിൽ ഉത്തരം വരുന്നത് കണ്ണന്താനാനം കേട്ടോ. കണ്ണന്താനാനം. അതാണ് കണ്ണന്റെ മുഖം എന്ന അർത്ഥം വരുന്ന പദം. ഏതാണ്? കണ്ണന്താനാനം. ഓക്കെ, കണ്ണന്താനാനം. ഓക്കെ, സെറ്റല്ലേ? ക്ഷുഭിതൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ക്ഷുഭിതൻ നമുക്കറിയാം, ഭയങ്കര ക്ഷുഭിതൻ, ചൂടനാണ്, അടിച്ച് ഞാൻ ശരിയാക്കും നിന്നെ. ക്ഷുഭിതൻ, കോപിച്ചവൻ കേട്ടോ. കോപിച്ചവൻ.
കൃഷ്ണഗാഥയുടെ രചനയ്ക്കു പിന്നിലെ വിനോദം എന്ത്? നമുക്കറിയാം കൃഷ്ണഗാഥയുടെ രചനയ്ക്കു പിന്നിലെ വിനോദം എന്തായിരുന്നു? ചതുരംഗമായിരുന്നു അല്ലെ. അങ്ങനല്ലേ താളയുണ്ട് എന്നുള്ള പാട്ടല്ലേ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ആരുടെ വരികളാണിത്? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ഞാൻ കവിതയൊക്കെ ഭയങ്കര പണ്ടേ മലയാളത്തിനൊക്കെ കവിതയൊക്കെ പാടിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴയുടെ. ആരുടേതാണ്? ചങ്ങമ്പുഴയുടെ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ കവിതയൊക്കെ സാറ് ഭയങ്കരാണ് അല്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. ചങ്ങമ്പുഴ പാട്ട് പാടാന്ന് പറഞ്ഞ ഒരു കഴിവാണ് അല്ലെ. ആ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങളൊക്കെ നല്ല പാട്ടുകാരാണ്. അടുത്തത് നാം പുണരുന്നത് പിരിച്ചെഴുതുക. നാം പുണരുന്നത് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എഴുതാം നാമ്പ് പ്ലസ് ഉണരുന്നത്. നാമ്പ് ഉണരുന്നത് എങ്ങനെ പിരിച്ചെഴുതാം? നാമ്പ് പ്ലസ് ഉണരുന്നത് എന്ന് നമുക്ക് പിരിച്ചെഴുതാം. വേനൽ കിനാക്കൾ പിരിച്ചെഴുതാനാണ് വേനൽ പ്ലസ് കിനാക്കൾ എന്ന് പിരിച്ചെഴുതാം. വേനൽ കിനാക്കളെ ഞാൻ ഫുള്ള് കവിത. വേനൽ കിനാക്കൾ പിരിച്ചെഴുതാനാണ് വേനൽ പ്ലസ് കിനാക്കൾ എന്ന് പിരിച്ചെഴുതാം. പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഈ ചൊല്ലിന്റെ ആശയമെന്ത്? പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഈ ചൊല്ലിന്റെ ആശയമെന്ത്? ചൊല്ലിന്റെ ആശയാണ് അധ്വാനിക്കാതെ സുഖിച്ച് ജീവിക്കുന്നവരെ പറ്റി പറയുന്ന പേരാട്ടോ. അധ്വാനിക്കാതെ സുഖിച്ച് ജീവിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. പത്തായം പേറും ചക്കിക്കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. ഒരധ്വാനം ഇല്ലാണ്ട് എന്ത് ചെയ്യാ? സുഖമായിട്ട് കഴിയുക. എങ്ങനെ വരിക, ആരെങ്കിലും ഇങ്ങനെ കൊണ്ട കൊടുക്കുക, കഴിക്കുക അല്ലേ. സെറ്റല്ലേ? നിങ്ങളെ പ്രായമൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രായ. പരമാവധി എൻജോയ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ കുറെ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷനുകള്, ഒരുപാട് പ്രയാസങ്ങള് ഒക്കെ വരും. നമുക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ, ഉണ്ടാവാറുണ്ടല്ലോ പൊതുവെ ആളുകൾക്കൊക്കെ. അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു കുട്ടിക്കാലം നമ്മൾ എന്ത് ചെയ്യുക? ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ നന്നായിട്ട് മിസ് ചെയ്യും. ഇപ്പൊ എന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി എൻജോയ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ചിന്തയൊന്നും വേണ്ട. നിങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ എന്തുമാത്രം ചിന്തകൾ ഉണ്ടാവും എന്ന് പറയാം തലയില്. അച്ഛനാണെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോയി വരുന്നുണ്ട് അല്ലേ. അവര് പൈസയുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെ ആരും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ഒരുപാട് പ്രയാസങ്ങള് അച്ഛന്റെ തലയിലുണ്ടാവും. അതിന്റെ ഇടയിലായിരിക്കും വീട്ടിലേക്ക് വന്നിട്ട് നമ്മളോട് ചിരിക്കുക, നമ്മളോട് പറയുക. അതൊന്നും അച്ഛൻ പറയുന്നുണ്ടാവില്ല. അച്ഛന്മാരങ്ങനെ പുറത്തൊന്നും കൂടുതൽ പറയൂല. നിങ്ങൾ അച്ഛന്മാരെ നോക്കിയിട്ടുണ്ടോ? അവരങ്ങനെ കൂടുതലൊന്നും പുറത്തങ്ങനെ പ്രകടിപ്പിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിക്കുന്നുണ്ടാവും കേട്ടോ. അച്ഛന്മാരും ഉപ്പമാരും പാരന്റ്സ്മാരും ആരായാലും അമ്മമാരാണെങ്കിലും ഒക്കെ എന്തിനായാലും എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങൾ കേട്ടോ. എല്ലാവർക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയില് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ വാങ്ങി തരുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വൈകിയാലും അവര് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങള് എന്ന് പറയുന്നത് ജീവനാണ്. നിങ്ങളെ കാണാതെ സ്നേഹിച്ചവരാണ് അല്ലെ. നമ്മൾ വയറ്റിലായിക്കൊണ്ട് നിൽക്കുമ്പോഴേ നമ്മളെ കാണാതെ നമ്മളെ സ്നേഹിച്ചവരാണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഈ LSS ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. വേണ്ടേ? എൻജോയ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ള ഒരു പ്രയാസങ്ങളും നമ്മുടെ തലയിലില്ല. അപ്പോ നമുക്ക് എന്താണ് ആകെയുള്ള ഒരു സംഭവം എന്ന് ബുദ്ധിമുട്ടല്ല, ആകെയുള്ള ഒരു പണി നമുക്ക് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു പഠനം നമ്മൾ നടത്തുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് പോവാണ്. നമ്മൾ
ചെറുശ്ശേരി കൃഷ്ണകാന്ത് രചിച്ചത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ്? ഭാഗവതം ദശസ്മഖണ്ഡം. ഓക്കെ, റെഡി. അടുത്തത് കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാണ്? കുഞ്ഞേടത്തി എന്ന കവിത ONV കുറുപ്പിന്റേതാണ്. കുഞ്ഞേടത്തി എന്ന കവിത. കൂടെയില്ലാത്തവർ എന്ന കവിത ആരുടേതാണ്? കൂടെയില്ലാത്തവർ എന്ന കവിത ONV കുറുപ്പിന്റേതാണ്. അതേപോലെ തന്നെ ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചെറുശ്ശേരിയാണ്. ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആരാണ്? ചെറുശ്ശേരിയാണ്. അതേപോലെ തന്നെ ഒരു പീഡയുറുമ്പിനും വരുത്തരുത്, ഒരു പീഡയുറുമ്പിനും വരുത്തരുത് ആരുടെ വാക്കുകളാണ്? ഒരു പീഡയുറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ വരി കേട്ട എഴുതിക്കണം. ഇത് വയലാറിൻ്റെതാണ് കേട്ടോ. വയലാറിന്റെ വരിയാണ്. വയലാർ രാമവർമ്മയുടെ വരിയാണിത്. വിശപ്പ് എന്ന കഥ ആരുടേതാണ്? ഡോക്ടർ കെ ശ്രീകുമാർ. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ കഥയാണ് വിശപ്പ് എന്ന് പറയുന്നത്, അല്ലെ? വിശപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഈ മഹത് വചനം ആരുടേതാണ്? യേശു ക്രിസ്തുവിന്റെയാണ് ഈ മഹത് വചനം. അപ്പൊ ഇപ്പൊ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ആയിട്ട് പഠിക്കണം. നമ്മുടെ മലയാളത്തിൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി നിങ്ങൾക്ക് പറ്റൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വൈകുന്നേരം ഉണ്ടാവുന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാവരും വരിക. നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ ബൈ.